ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അക്കൗണ്ടിങ് ഓഫ് ബാങ്കിങ് കമ്പനി. ബാങ്കിങ് കമ്പനിയിൽ വരുന്ന ചില അഡ്ജസ്റ്റ്മെന്റ്സ് അല്ലെങ്കിൽ ചില വർക്കിംഗ് സിറ്റുവേഷൻസ് എങ്ങനെയാണ്, ആ സിറ്റുവേഷൻസിനെ എങ്ങനെയാണ് അക്കൗണ്ടഡ് ആക്കുന്നത് എന്നുള്ള കുറച്ച് ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മേജർ ആയിട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ആദ്യം തന്നെ എന്താണ് ബാങ്ക് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ എന്താണ് ബാങ്ക് എന്ന്. ബാങ്ക് എന്താണ്? ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഫൈനാൻഷ്യൽ ഇന്റർമീഡിയറി ആണ് അല്ലെ. നമുക്ക് പൈസ കൊണ്ടിടാനും പൈസ എടുക്കാനും കടം വാങ്ങാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ഇടനിലക്കാരനാണ് എന്ത് ബാങ്ക് എന്ന് പറയുന്നത്. ബാങ്ക് മെയിൻ ആയിട്ട് മണിയാണ് ഡീൽ ചെയ്യുന്നത്, അതുപോലെ ക്രെഡിറ്റും. ബാങ്കിന് സ്വന്തമായിട്ട് പൈസ ഉണ്ടോ? ഇല്ല. ബാങ്ക് എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആൾക്കാരുടെ പൈസയാണ്, മണിയാണ് അവര് ഡീൽ ചെയ്യുന്നത്. സേവിങ്സ് എന്ന രൂപേണ ആൾക്കാരിൽ നിന്ന് പൈസ കളക്ട് ചെയ്ത് ആർക്കൊക്കെയാണോ ആ പൈസ ആവശ്യം അവർക്ക് ആ പൈസ ഒരു ചെറിയ ഇൻട്രസ്റ്റിന് കടം കൊടുത്ത് അങ്ങനെയാണ് ബാങ്കിന്റെ ഫങ്ഷനിങ് നടക്കുന്നത്. അപ്പൊ ബാങ്കിനെ ഫാക്ടറി ഓഫ് ക്രെഡിറ്റ് എന്നും കൂടെ പറയുന്നുണ്ട്. അപ്പൊ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ആൾക്കാരിൽ നിന്ന് സേവിങ്സ് എന്ന രൂപേണ എന്ത് വാങ്ങുന്നു? പൈസ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ആർക്കൊക്കെയാണോ ആവശ്യം അവർക്ക് ലോൺ ആയിട്ട് ലെൻഡ് ചെയ്യണു, പൈസ കടം കൊടുക്കുന്നു. അതാണ് ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ബാങ്കിൽ ഏതൊക്കെ തരം ബുക്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാങ്കിന് ഒരുപാട് ബുക്സ് ഉണ്ട്. സബ്സിഡറി ബുക്കും മെമ്മോറണ്ടം ബുക്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ബുക്സ് വരുന്നുണ്ട്. കാരണം എന്താണ്? ബാങ്കിന് ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്സിഡറി ബുക്സ് ഏതൊക്കെയാണ് എന്ന് പറയുന്നുണ്ട്. റിസീവർ കാഷ്യർ കൗണ്ടർ ക്യാഷ് ബുക്ക്, പേയിങ് കാഷ്യേഴ്സ് കൗണ്ടർ ക്യാഷ് ബുക്ക്, സെക്ഷണൽ ക്യാഷ് ബുക്ക്, cash balance book, current account ledger, savings bank account ledger, fixed deposit account ledger, investment ledger, loan ledger, bills discounted and purchased ledger, cash credit ledger, private or profit and loss ledger. ഇതെല്ലാമാണ് സബ്സിഡറി ബുക്സ് എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പൽ ബുക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ ക്യാഷ് ബുക്കും ജനറൽ ലെഡ്ജറും ആണ്. ജനറൽ ക്യാഷ് ബുക്സിൽ ക്യാഷ് കളക്ഷനും പേയ്മെന്റ്സും മാത്രമല്ല, അതല്ലാതെ അവരുടെ ഡിഫറെന്റ് ഹെഡ്സിലുള്ള ജേർണൽസും കാര്യങ്ങളൊക്കെ ഈ ജനറൽ ക്യാഷ് ബുക്കിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ജനറൽ ലെഡ്ജർ എന്ന് പറയുന്നതാണ് ഒരു ബാങ്കിന്റെ അക്കൗണ്ടിങ് സിസ്റ്റത്തിന്റെ ഏറ്റവും കീ ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതിനകത്ത് എല്ലാ സബ്സിഡറി ലെഡ്ജറുകൾ, അതായത് നമ്മളിപ്പോ ആദ്യം വായിച്ച സബ്സിഡറി ലെഡ്ജറിന്റെ ഒക്കെ ടോട്ടൽ ആണ് എവിടെ ഉണ്ടാവുക? ജനറൽ ലെഡ്ജറിൽ ഉണ്ടാവുന്നത്. അത് നമുക്ക് ചെറിയൊരു തിയറി പോർഷൻ ആയിട്ട് പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അതുപോലെ നമ്മുടെ ബാങ്കിന്റെ മെമ്മോറാണ്ടം ആൻഡ് ബുക്സ് രജിസ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെമ്മോറാണ്ടം ബുക്സ് എന്ന് പറയുന്നത് ബിൽ രജിസ്റ്റർ, ഡയറീസ്, ഷോർട്ട് ബിൽ റിസീവബിൾ, കളക്ഷൻ രജിസ്റ്റർ, ആക്സെപ്റ്റൻസ് രജിസ്റ്റർ, ഡയറീസ്, then safe custody register, security register, standing order book, സ്പീസ്മാൻ സിഗ്നേച്ചർ രജിസ്റ്റർ, ഇതൊക്കെയാണ് മെമ്മോറാണ്ടം ബുക്ക്. അപ്പൊ ബാങ്കിന് സബ്സിഡറി ബുക്സ് ഉണ്ട്, പ്രിൻസിപ്പൽ ബുക്സ് ഉണ്ട്, മെമ്മോറാണ്ടം ബുക്സ് ഉണ്ട്. ഇങ്ങനെ മൂന്ന് തരം ബുക്സ് ആണ് വരുന്നത്. ഇതില് സബ്സിഡറി ബുക്സിൽ നമ്മൾ കുറച്ചധികം ബുക്സ് കണ്ടു. പ്രിൻസിപ്പൽ ബുക്സിൽ ജനറൽ ക്യാഷ് ലെഡ്ജറും ജനറൽ ലെഡ്ജറും ആണ് വരുന്നത്. മെമ്മോറണ്ടം ബുക്സ് ലെഡ്ജറിൽ വരുന്ന ഒരു അഞ്ചാറെണ്ണം നമ്മളിവിടെ ഇപ്പൊ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാങ്ക് അക്കൗണ്ടിങ്ങിന് കുറച്ച് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. സാധാരണ അക്കൗണ്ടിങ്ങിനേക്കാളും വ്യത്യസ്തമായിട്ട് അവർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അടുത്തതായിട്ട് പറയുന്നത്. അതിൽ ആദ്യത്തത് പോസ്റ്റിംഗ് ആണ്. പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റിംഗ് എപ്പോഴാണ് നമ്മൾ ചെയ്യുക? ലെഡ്ജറിലേക്ക്, ജേർണലിൽ നിന്ന് നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് വി ആർ കോപ്പിയിങ് ദ ട്രാൻസാക്ഷൻ ഓഫ് ജേർണൽ ടു വാട്ട്? ലെഡ്ജർ. അപ്പൊ ആ ലെഡ്ജറിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യും എന്ന് പറയുന്നു. അപ്പൊ പോസ്റ്റിംഗ് ഇവിടെ എങ്ങനെയാ നടക്കുന്നത്? ജനറലി ജേർണലിൽ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ ബാങ്കില് സ്ലിപ്പുകളിൽ നിന്നാണ് നേരിട്ട് എവിടേക്ക് പോകുന്നത്? ലെഡ്ജറിലേക്ക് പോകുന്നത്. അപ്പൊ സ്ലിപ്പ് നോക്കി, അതായത് നമ്മള് ആൾക്കാര് റിസീവ്ഡിനും അതുപോലെ ആക്സെപ്റ്റൻസിനൊക്കെ കൊടുക്കുന്ന സ്ലിപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എവിടേക്ക് പോസ്റ്റ് ചെയ്യുന്നു? ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പൊ അവരുടെ മെയിൻ പ്രക്രിയ എന്ന് പറയുന്നത് പോസ്റ്റിംഗ് ആണ്. സ്ലിപ്പിൽ നിന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്പെഷ്യൽ ഫീച്ചർ ആയിട്ട് നമ്മൾ
കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഡെയിലി അവർക്ക് എന്തുണ്ടാവും? ട്രയൽ ബാലൻസ് ഉണ്ടായിരിക്കും. സെൽഫ് ബാലൻസിങ് ആണ്. അതായത് എല്ലാ പേഴ്സണൽ ലെഡ്ജേഴ്സും സെൽഫ് ബാലൻസിങ് ആണ്. എല്ലാം ബാലൻസ് ആയി പോകണം. എന്നും ട്രയൽ ബാലൻസ് അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഡെയിലി സമ്മറി ഷീറ്റ്സ് ഉണ്ട്. അതായത് ഈ സ്ലിപ്പുകള് പേഴ്സണൽ ലെഡ്ജറിൽ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? പോസ്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും എല്ലാ ലെഡ്ജറിന്റെയും ഒരു സമ്മറി ഷീറ്റും അവര് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി കണ്ടിന്യൂസ് ചെക്ക് ആണ്. ഡെയിലി എല്ലാ എൻട്രീസും എന്ത് ചെയ്യുന്നുണ്ട്? പേഴ്സണൽ ലെഡ്ജറും സമ്മറി ഷീറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, അതായത് ഓരോ കസ്റ്റമറിന്റെ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് അവര് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ക്ലറിക്കൽ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും, ഇപ്പൊ എന്താ പറയാ, 1000 പകരം 100 അങ്ങനെ ഇട്ടതോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഡബിൾ വൗച്ചർ സിസ്റ്റം ആണ്. ഡബിൾ വൗച്ചർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ട്രാൻസാക്ഷൻസിനും ബാങ്കില് 2 വൗച്ചർ ഉണ്ടായിരിക്കും. ഡെബിറ്റ് വൗച്ചർ ഉണ്ടായിരിക്കും, ക്രെഡിറ്റ് വൗച്ചർ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അവർ വൗച്ചിങ് സിസ്റ്റം നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. ഇങ്ങനെ 6 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ് ഒരു ബാങ്കിന് അക്കൗണ്ടിങ് മേഖലയിൽ ഉണ്ടാവുന്നത് ബേസിക്കലി. ഓക്കെ, ഇതിൽ നമ്മൾ പോസ്റ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം സാധാരണഗതിയിൽ നമ്മൾ ജേർണലിൽ നിന്നാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ സ്ലിപ്പിൽ നിന്നാണ് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സ്ലിപ്പ് സിസ്റ്റം എന്താന്നുള്ളതാണ്. സ്ലിപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ബുക്ക് കീപ്പിംഗ് സിസ്റ്റം അല്ല ഇവിടെ ഫോളോ ചെയ്യുന്നത്. ബാങ്കിങ്ങില് ഫോളോ ചെയ്യുന്നത് സ്ലിപ്പ് സിസ്റ്റം ആണ്. നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് സ്ലിപ്പുകളിൽ നിന്നാണ്, അല്ലാതെ നമ്മള് ജേർണലിൽ നിന്ന് സ്ലിപ്പിലേക്ക് അല്ല. ജേർണൽ എൻട്രി അവിടെ ഒരു ബാങ്കിന്റെ യൂഷ്വൽ ആക്ടിവിറ്റീസിൽ വരുന്നില്ല. നമ്മൾ നേരെ ലെഡ്ജറാ ചെയ്യുന്നത്. അതെങ്ങനെയാണ്? സ്ലിപ്പ് വഴിയാണ്. ഇപ്പൊ നമ്മളൊരു ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്ലിപ്പിലാണ് എഴുതി കൊടുക്കുന്നത് ഇത്ര പൈസ വിഡ്രോ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇടണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു സ്ലിപ്പിലാണ് എഴുതി കൊടുക്കുന്നത് ഇത്ര പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ട്. സോ ആ സ്ലിപ്പാണ് ഇവിടുത്തെ പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞത്. ഈ സ്ലിപ്പ് കൊടുത്തിട്ട് നമ്മൾ ക്യാഷ് എടുക്കുകയോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ ചെയ്യുന്നു. ആ സ്ലിപ്പ് നോക്കി അവർ എവിടെ പോസ്റ്റ് ചെയ്യുന്നു? ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സ്ലിപ്പ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് അടുത്തതായിട്ടും പറയുന്നത്. എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഓൾ സംസ് പെയ്ഡ് ഇൻ ബൈ ദ കസ്റ്റമേഴ്സ് ആർ അക്കംബൈൻഡ് ബൈ പേ ഇൻ സ്ലിപ്പ്. അപ്പൊ കസ്റ്റമർ പേ ചെയ്യുന്നതൊക്കെ പേ ഇൻ സ്ലിപ്പിലാണ് വരുന്നത്. അപ്പൊ നമ്മളത് ക്യാഷ് റിസീവ്ഡ് കൗണ്ടർ ബുക്കിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ പേ ഇൻ സ്ലിപ്പ് എപ്പോഴും കറന്റ് അക്കൗണ്ട് ലെഡ്ജർ നോക്കുന്ന ക്ലർക്കിനാണ് പാസ് ചെയ്യുന്നത്. പിന്നെ അത് കസ്റ്റമറിന് അക്കൗണ്ടിലേക്ക് അത് പോസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ 2 രീതിയിൽ അങ്ങനെ ഒരു എൻട്രി അവിടെ ഫുൾഫിൽ ആവും. നമുക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ടില്ല, നമ്മൾ ഇത്രയും ഓർത്താൽ മതി. നിങ്ങൾ ഇങ്ങനെ ടെക്നിക്കലി എഴുതണ്ട. അതിന് മുൻപ് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി. കസ്റ്റമറിന് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ തുകയും സ്ലിപ്പും കൂടെ കൊടുക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? അത് അവിടെ കൊടുക്കുന്നു. ആ പൈസ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആ സ്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇന്ന എമൗണ്ട് റിസീവ് ആയി എന്നുള്ളത്. അങ്ങനെ റിസീവ് ആവുന്ന എമൗണ്ട് കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നു. അതേപോലെ തന്നെ ഒരാള് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ സ്ലിപ്പ് കൊടുക്കുന്നു. ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കസ്റ്റമർക്ക് പൈസ കൊടുക്കുന്നു. ഒപ്പം തന്നെ കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ആയിട്ട് മാറുന്നു. ലൈക്ക് ദാറ്റ് ട്രാൻസാക്ഷൻസ് നടക്കുന്നു. അപ്പൊ ഈ പേ ഇൻ സ്ലിപ്പ് വഴിയാണ് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ അതിന്റെ അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്, ഡിസ്അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട്. അഡ്വാൻറ്റേജസിൽ ആദ്യം പറയുന്നത് ഒരുപാട് സബ്സിഡറി ബുക്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. സമയം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫ്രോഡും ഇററും കുറയ്ക്കാനായിട്ട് പറ്റും. വർക്ക് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പർ ആയിരിക്കും. ഇന്റേണൽ ചെക്ക് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എന്ന് അവർ ട്രയൽ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഈ സ്ലിപ്പുകൾ കൂട്ടി നോക്കിയാൽ മതി. അക്കൗണ്ട്സ് റിലയബിൾ ആയിരിക്കും. സ്ലിപ്പുകൾ ഓഡിറ്റ് വർക്കിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അതേസമയം ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലിപ്പാണല്ലോ ബേസിക് ആയിട്ടുള്ള കാര്യം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും പ്രാവർത്തികമാവില്ല. അപ്പൊ ബേസിക് ആയിട്ട് അത് എപ്പോ വേണമെങ്കിൽ നഷ്ടപ്പെടാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ കൂട്ടി വെക്കുക, സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു
എന്താ പറയാ ലാർജ് നമ്പർ സ്ലിപ്സ് വരുമ്പോൾ ഇറ്റ്സ് ഡിഫിക്കൾട്ട് ആൻഡ് അത് കീപ്പ് ചെയ്യുന്നതിന് ഒരുപാട് ലേബറും ടൈമും മണിയും നഷ്ടപ്പെടുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു എംപ്ലോയി ഡിസോണസ്റ്റ് ആണെങ്കിൽ ആ സ്ലിപ്പ് നഷ്ടപ്പെടാനോ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അധികം സാക്ഷരത ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, സ്ലിപ്പുകൾ എഴുതാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ബാങ്കിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഇവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. ബാങ്കിന്റെ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കസ്റ്റമർ പൈസക്ക് വേണ്ടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് അയാളുടെ വീടോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ ഈട് വെച്ച് ലോൺ എടുത്തു. ലോൺ എടുത്തതിന് ശേഷം തിരിച്ചടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ അത് ജപ്തി ചെയ്യപ്പെടും അല്ലേ? അപ്പൊ അങ്ങനെ ജപ്തി ചെയ്യപ്പെടുമ്പോൾ അത് എന്താണ്? ബാങ്കിന്റെ അസറ്റ് ആണ്. പക്ഷെ ബാങ്കിന്റെ അസറ്റ് ആണോ? അല്ല. അങ്ങനെ വരുന്ന അസറ്റ്സ്, അതായത് ബാങ്ക് അക്വിസിഷൻ നടത്തുന്ന, അതായത് ലോണോ അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ റീപേ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ എന്താണോ ഈടായിട്ട് വെച്ചിരിക്കുന്നത് അത് ബാങ്കിന്റെ ആയി മാറുന്ന ആ ഒരു സിറ്റുവേഷൻ വരില്ലേ? അപ്പൊ അങ്ങനെയുള്ള അസറ്റ്സിനെയാണ് നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ബാങ്ക് പൈസ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ്സിനെയാണ് എന്ത് പറയുന്നത്? നോൺ ബാങ്കിങ് അസറ്റ്സ് എന്ന് പറയുന്നത്. അത് കാറാവാം, ബിൽഡിംഗ് ആവാം, സ്ഥലമാവാം, എന്താണോ നമ്മൾ ഈട് വെച്ചിരിക്കുന്നത് അത് എന്തോ ആവാം കേട്ടോ. ഇനി മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് മണി അറ്റ് കോൾ എന്ന് പറഞ്ഞാൽ മോർ ഓവർലി 7 ഡേയ്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്, മോണിറ്ററി ഇൻസ്ട്രുമെന്റ് ആണ്. ഇത് ഒരു ടെമ്പററി ലോൺ പോലെയാണ്. ബാങ്ക്സിന് അതല്ലെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒക്കെ അവർക്കൊക്കെ നമ്മൾ പൈസ ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 day to 7 day വരെ, പക്ഷെ മോർ ഓവർ 7 ഡേയ്സിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു മോണിറ്ററി ഇൻസ്ട്രുമെന്റ് ആണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്, പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്ടാ. ഇനി ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൈസ കടം എന്താ പറയാ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അപ് ടു സർട്ടൻ പീരീഡ് അവർക്ക് അഡീഷണലി കുറച്ച് എമൗണ്ട് ബോറോ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ആ അഡീഷണലി ബോറോ ചെയ്യുന്ന എമൗണ്ട് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അത് എന്താണ്, അതായത് ബാങ്കിനെ സംബന്ധിച്ച് അത് അവർക്ക് നല്ലതാണ്, കാരണം തിരിച്ചടയ്ക്കുമ്പോൾ ഇൻട്രസ്റ്റ് കിട്ടും. ഇനി ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കസ്റ്റമർ അവരുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാളും കൂടുതൽ പൈസ വിഡ്രോ ചെയ്യാൻ സാധിക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുന്നതിനെയാണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് മോർ ഓവർ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന്, ബിസിനസ്സുകാർക്കാണ് കൊടുക്കാറ്. ഇനി ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ എന്തെങ്കിലും കാര്യം പർച്ചേസ് ചെയ്യുമ്പോൾ പൈസ കൊടുക്കാനില്ലെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ബിൽസ് കൊടുക്കും, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കും. അപ്പൊ ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഒരു മെച്യൂരിറ്റി ഡേറ്റും ഒരു തുകയും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ബില്ല് കിട്ടിയ ആൾക്ക് ചിലപ്പോൾ പൈസ പെട്ടെന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യും? ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മുടെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പൊ ബാങ്ക് ഇപ്പൊ 10,000 രൂപ കിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 രൂപ കുറച്ച് 9,000 രൂപ കൊടുക്കും. എന്നിട്ട് 6 മാസം കഴിയുമ്പോൾ ആ ബില്ല് ആര് സബ്മിറ്റ് ചെയ്യും? ബാങ്ക് സബ്മിറ്റ് ചെയ്യും. അപ്പൊ ബാങ്കിന് എത്ര രൂപ കിട്ടും? 10,000 രൂപ കിട്ടും. അപ്പൊ അവിടെ ബാങ്കിന് കിട്ടുന്ന ലാഭം 1000 രൂപയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ടേം അല്ലെങ്കിൽ ഒരു ടെർമിനോളജി ബാങ്ക്സ് നടത്തുന്നുണ്ട്. അതിനെയാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇതിലെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാഞ്ചസ് അവർക്ക് ആവശ്യമായ രീതിയിൽ അവർക്ക് റെസീപ്റ്റ് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ അവരുടെ കോ ബ്രാഞ്ച് അല്ലെങ്കിൽ എന്താ ഇന്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെന്റ്സ്, പല ബ്രാഞ്ചുകളുണ്ടല്ലോ ഒരു ബാങ്കിന്, അപ്പൊ ആ ബാങ്കുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്, അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഇനി ഷോർട്ട് ലോൺസ് ഉണ്ട്. ബാങ്ക് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും ചെറിയ സമയത്തേക്ക് വേണ്ടിയിട്ട്. അത് ബോറോയിങ്സിന്റെ ഹെഡിങ്ങില് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ബിൽസ് പേയബിൾ ഉണ്ട്. ബാങ്കിന് എന്തുണ്ടായിരിക്കും? ബാങ്കിങ് കമ്പനീസിന് ബാങ്ക് ഡ്രാഫ്റ്റും അതുപോലെ തന്നെ ടെലിഗ്രാഫിക് ട്രാൻസ്ഫേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനൊക്കെ ചെറിയൊരു കമ്മീഷൻ ബാങ്കിന് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ബിൽസ് പേയബിൾ എന്നുള്ളത് ലയബിലിറ്റി സൈഡില് ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ബിൽസ് പേയബിളില് ബാങ്ക് ഡ്രാഫ്റ്റ്, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, സർക്കുലർ നോട്ട്സ് ഇതൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ടേംസ് പറഞ്ഞു. നോൺ ബാങ്കിങ് അസറ്റ്സ്, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്,
ഇത് ടെമ്പററി ലോൺസ് ആണ് കേട്ടോ. ടെമ്പററി ലോൺസ് ആർക്കൊക്കെ കൊടുക്കുന്നതാണ്? ബിൽ ബ്രോക്കർ, സ്റ്റോക്ക് ബ്രോക്കർ അല്ലെങ്കിൽ മറ്റുള്ള ബാങ്കുകൾക്ക് 7 ദിവസ കാലാവധിയിൽ ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ടെമ്പററി ലോണിനെയാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്. ക്യാഷ് ക്രെഡിറ്റില് അപ് ടു ആ സർട്ടൻ ലിമിറ്റ് കസ്റ്റമറിന് ബാങ്കിൽ നിന്ന് ബോറോ ചെയ്യാനായിട്ട് സാധിക്കും. ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ് എന്ന് പറയുമ്പോൾ ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യാം. ബിൽസ് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ മെച്യൂരിറ്റിയിൽ കിട്ടുന്ന എമൗണ്ട് ആരെടുക്കും? ബാങ്ക് എടുക്കും. അപ്പൊ അവർക്ക് ഒരു ചെറിയൊരു തുകയുടെ ലാഭം ഉണ്ടാവും. അപ്പൊ ബാക്കിയുള്ള ടേംസും കൂടെ നമ്മൾ പറഞ്ഞതാണ്. ദെൻ മൂവിങ് ടു ബിൽസ് ഫോർ കളക്ഷൻ. ബിൽസ് ഫോർ കളക്ഷനിൽ ബിൽസ് പേയബിളിന്റെ നേരത്തെ ഓപ്പോസിറ്റ് ആണ്. ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ബാങ്കിന് കസ്റ്റമറിന്റെ ബില്ല് കളക്ട് ചെയ്യാം. മെച്യൂരിറ്റി സമയത്ത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആ എമൗണ്ട് കളക്ട് ചെയ്ത് ക്രെഡിറ്റ് ചെയ്യും കസ്റ്റമറിന്റെ അക്കൗണ്ടിലേക്ക്. ഇനി ആക്സെപ്റ്റൻസ്, എൻഡോഴ്സ്മെന്റ് ആൻഡ് അതർ ഒബ്ലിഗേഷൻസ് ഉണ്ട്. ഇതിനകത്ത് ബാങ്കിന് എന്തെങ്കിലും ലയബിലിറ്റി, അതായത് ബാങ്ക് ദിസ് റെപ്രസെന്റ്സ് ബാങ്ക്സ് ലയബിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ബിൽസ് എൻഡോഴ്സ്. ബിൽസ് എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത്, അതായത് ബില്ല് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത്, കസ്റ്റമറിന് വേണ്ടി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിന് ഉണ്ടാവുന്ന ഒരു ബാധ്യതയാണ് ബിൽസ് എൻഡോഴ്സ്മെന്റിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള ഒബ്ലിഗേഷൻസും കാര്യങ്ങളൊക്കെ ബാങ്ക് ഫുൾഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്റ്റാറ്റുറ്ററി റിസർവ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നിങ്ങൾക്ക് അറിയുണ്ടാവും അല്ലെ? സ്റ്റാറ്റുറ്ററി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്റ്റാറ്റുറ്ററി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ബാങ്ക്സും എല്ലാ വർഷവും, അതായത് എല്ലാ ഇയറും അവർ എന്ത് ചെയ്യണം? അറ്റ്ലീസ്റ്റ് അവരുടെ പ്രോഫിറ്റിന്റെ 25% റിസർവ് ഫണ്ട് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലിക്വിഡിറ്റി റിസർവ് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ട് അവർക്കുണ്ട്. ഇത്ര പെർസെന്റേജ് അവര് കീപ്പ് ചെയ്യും. ക്യാഷ് റിസർവ് ഉണ്ട്. ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാങ്കുകള് അവരുടെ ക്യാഷ് റിസർവ്സ്, ക്യാഷ്, അതായത് ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റുകൾ, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിനെയാണ് ടൈം ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞത്. ഫിക്സഡ് ഡെപ്പോസിറ്റും അതുപോലെ ഡിമാൻഡ് ഡെപ്പോസിറ്റിന്റെ ഒക്കെ 3%, അത് വേരി ചെയ്യും കേട്ടോ. ഇപ്പൊ 4%ആണ്. അപ്പൊ 3% അവർ ആരുടെ അടുത്ത് കീപ്പ് ചെയ്യണം? RBIയുടെ അടുത്ത് കീപ്പ് ചെയ്യണം. അപ്പൊ അതിനെയാണ് ക്യാഷ് റിസർവ് എന്ന് പറയുന്നത്. ഇനി SLR ഉണ്ട്, അതായത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതിൽ 18.5% ആണ് ഇപ്പൊ കാണിച്ചിരിക്കുന്നത്. ഈ 18.5% ഓഫ് ലിക്വിഡ് അസറ്റ്, ക്യാഷ്, ഗോൾഡ്, അതുപോലെ സെക്യൂരിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ അതിന്റെയൊക്കെ ഒരു 18%, അതായത് ഇപ്പൊ ബാങ്കിനുള്ള ലിക്വിഡ് അസറ്റ്സിന്റെ 18% അവർ എപ്പോഴും ലിക്വിഡ് ആയിട്ട് കീപ്പ് ചെയ്യണം. കാരണം പെട്ടെന്ന് ആൾക്കാർ വിഡ്രോ ചെയ്യുമ്പോൾ അത് കൊടുത്ത് തീർക്കാനായിട്ട് അവരിൽ പൈസ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ അവര് കീപ്പ് ചെയ്യുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ എവിടെയാണ് കീപ്പ് ചെയ്യുന്നത്? RBIയുടെ അടുത്താണ് കീപ്പ് ചെയ്യുന്നത്. അത് 4%, ഇതിൽ 3% കൊടുത്തിട്ടുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് 3% എങ്കിലും ബാങ്കിന്റെ ഡിമാൻഡ് ആൻഡ് ടൈം ഡെപ്പോസിറ്റിന്റെ 3% RBIയുടെ അടുത്ത് കീപ്പ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, എത്രയാണ് ഇപ്പോഴത്തെ ക്യാഷ് റിസർവും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റിസർവും, റിസർവ് അല്ല, റേഷ്യോയും. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്തായിരുന്നു? എല്ലാ ബാങ്കുകളും അവര് എന്ത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഒരു സെക്കൻഡ്. ബാങ്കിങ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ, ഓക്കെ, അത് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആദ്യം പറഞ്ഞത് തെറ്റി പറഞ്ഞ, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലായിരുന്നു അവിടെ പറഞ്ഞ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അത് തെറ്റിപ്പോയതാണ്. പിന്നെ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ കറക്റ്റ് ആണ്, ക്യാഷ് റിസർവും കറക്റ്റ് ആണ്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് banking companies incorporated in India shall transfer every year at least 25% of profit before any dividend is declared. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ബാങ്കിങ് കമ്പനീസും അവരുടെ പ്രോഫിറ്റിന്റെ 25% സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് മാറ്റണം. എപ്പോ? ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ. അപ്പൊ അതാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവിൽ പറയുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ തിരുത്തി പറയുന്നു. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് കണ്ടപ്പോ തെറ്റി ലിക്വിഡിറ്റി റേഷ്യോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പനീസും അവരുടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രോഫിറ്റിന്റെ 25% എങ്കിലും സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ടിലേക്ക് അവര് മാറ്റണം. അൺടിൽ ദ എമൗണ്ട് ഓഫ് റിസർവ് ടുഗെദർ വിത്ത് ദ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഈസ് ഈക്വൽ ടു ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ പ്ലസ് സെക്യൂരിറ്റി പ്രീമിയം എമൗണ്ട് രണ്ടും കൂടെ കൂട്ടിയിട്ട് എമൗണ്ട് എത്രയാണോ അതിന്റെ ഒപ്പം ആ കമ്പനിയുടെ റിസർവ് എത്തുന്നത് വരെ അവരങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നാണ്
പറയുന്നത്. ഒന്നുകൂടെ പറയുന്നു, സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞാൽ 25% പ്രോഫിറ്റ് മാറ്റുന്നതിനെയാണ്, സ്റ്റാറ്റ്യൂട്ടറി റിസർവിലേക്ക് മാറ്റുന്നതിനെയാണ് പറയുന്നത്. ക്യാഷ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഡിമാൻഡ് ആൻഡ് ലയബിലിറ്റി അക്കൗണ്ടിന്റെ 3% എങ്കിലും RBIയുടെ അടുത്ത് കീപ്പ് ചെയ്യണം. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ കമ്പനി അവരുടെ ലിക്വിഡ് അസറ്റ്സിന്റെ അറ്റ്ലീസ്റ്റ് 18.5%, അറ്റ്ലീസ്റ്റ് 25% ആണ് മിനിമം. അത് 25% to 40% ആവാം. ഇന്നത്തെ റേറ്റ് ആണ് 18.5 എന്ന് പറയുന്നത്. അത്രയും എങ്കിലും ബാങ്കുകൾ ലിക്വിഡ് ആയിട്ട് കീപ്പ് ചെയ്യണം. അടുത്തത് റവന്യൂ റെക്കഗ്നൈസേഷൻ ഇൻ ബാങ്ക് ആണ്. ബാങ്കില് 2 തരം അസറ്റ്സ് ഉണ്ട്. പെർഫോമിംഗ് അസറ്റ്സും ഉണ്ട്, നോൺ പെർഫോമിംഗ് അസറ്റ്സും ഉണ്ട്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അസറ്റ്സിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് 90 days ആയിട്ടും അവര് ഒരു കാര്യങ്ങളും ഇൻകം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള അസറ്റ്സിനെയൊക്കെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയും. പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ബാങ്കിന് റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന അസറ്റ്സിനെയാണ് പെർഫോമിംഗ് അസറ്റ്സ് എന്ന് പറയുന്നത്. പെർഫോമിംഗ് അസറ്റ്സ് നമ്മൾ കണക്കാക്കുന്നത് അക്രൂറൽ ബേസിസിലും നോൺ പെർഫോമിംഗ് അസറ്റ്സ് നമ്മൾ കണക്കാക്കുന്നത് റിസീവൽ ബേസിസിലും ആണ്. അപ്പൊ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണെങ്കിൽ റിസീവ്ഡ് ആണെങ്കിലേ അസറ്റ് ആയിട്ട് കണക്കാക്കുള്ളൂ. അതേസമയം പെർഫോമിംഗ് അസറ്റ്സ് ആയാൽ ഇൻകം അക്രൂ ചെയ്താൽ, ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറി? പെർഫോമിംഗ് അസറ്റ് ആയിട്ട് മാറി. അവിടെ റിസീവ് ചെയ്യണം എന്നില്ല, ഇൻകം ജനറേറ്റ് ചെയ്തപ്പെട്ടാൽ മതി, കയ്യിലെത്തണമെന്നില്ല. പക്ഷെ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണെങ്കിൽ ഇൻകം ജനറേറ്റ് ചെയ്താൽ മാത്രം പോരാ, റിസീവ് ചെയ്താൽ മാത്രമേ അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇത്ര പോർഷൻ നന്നായിട്ട് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക. എന്നാലേ നമുക്ക് ബാക്കി പോർഷൻസ്, ദാറ്റ് ഈസ് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു.